പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരള സർക്കാരിന്റെ പ്രധാന പദ്ധതിയായ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിലേക്ക് വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി നേടാൻ മികച്ച അവസരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പരമാവധി 60 വയസ്സ് വരെ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ, വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തിക കൂടിയാണിത്. ഇവ കൂടാതെ മാസം 55,000 രൂപ വരെ ശമ്പളമായിട്ടും ലഭിക്കും. ഈ നിയമനം നടത്തുന്നത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. അപേക്ഷകൾ ഓൺലൈനായി CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 20 വൈകിട്ട് 5 മണി വരെ മാത്രമാണ്. അതിനാൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വൈകാതെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു തസ്തികയുടെ വിശദവിവരത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഈ തസ്തിക ഏതൊക്കെയെന്ന് നോക്കാം. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർ, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട്, എൻവയോൺമെന്റ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികയിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ തസ്തികയ്ക്ക് 3 ഒഴിവുകളാണുള്ളത്. പ്രതീക്ഷിത ഒഴിവുകൾ 5 ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത MTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MSc സിവിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് കൂടാതെ ആവശ്യമായ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇതുമില്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് പ്ലസ് MBA അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് പ്ലസ് 4 വർഷത്തെ എക്സ്പീരിയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർ തസ്തികയ്ക്ക് 13 ഒഴിവുകളാണുള്ളത്. ഇതിൽ പ്രതീക്ഷിത ഒഴിവുകൾ 17 ആണ്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് MTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MSc സിവിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് പ്ലസ് 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അതായത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതുമില്ലെങ്കിൽ BTech സിവിൽ പ്ലസ് MBA പ്ലസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് തുടങ്ങിയ യോഗ്യതകൾ ഇതിനാവശ്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് തസ്തികയ്ക്ക് 3 ഒഴിവുകളാണുള്ളത്. ഇതിൽ പ്രതീക്ഷിത ഒഴിവുകൾ 5 ആണ്. ഇനി ഈ തസ്തികയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയെന്ന് നോക്കാം. സോഷ്യൽ സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, എക്കണോമിക്സ് എന്നിവയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും കുറഞ്ഞത് 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്തത് എൻവയോൺമെന്റ് എഞ്ചിനീയർ തസ്തികയ്ക്ക് 2 ഒഴിവുകളാണുള്ളത്. ഇതിൽ പ്രതീക്ഷിത ഒഴിവുകൾ 5 ആണ്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് സിവിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ, മാസ്റ്റേഴ്സ് ഡിഗ്രിയും കുറഞ്ഞത് 7 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമെന്നാണ്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പ്രവൃത്തി പരിചയവും 2026 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ്. നിയമനമായിട്ട് പറയുന്നത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അതും 1 വർഷത്തേക്കുള്ള നിയമനമാണ്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയെന്ന് നോക്കാം. സ്ക്രീനിംഗ്, എഴുത്ത് പരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവയിൽ ഏതെങ്കിലും ഒരു രീതിയിലോ മറ്റേതെങ്കിലും രീതിയിലോ നടത്തുന്നതായിരിക്കും. അന്തിമ തീരുമാനം CMDക്ക് ആയിരിക്കും. ഈ അവസരം നഷ്ടപ്പെടുത്താതെ പരമാവധി പ്രയോജനപ്പെടുത്തുക. യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്